Hi students, welcome back. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് മോഷൻ ഇൻ എ ലിഫ്റ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടാണ്. മോഷൻ ഇൻ എ ലിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ബോഡി മാസ് ഉള്ള ഒരു ബോഡി നമ്മൾ ലിഫ്റ്റിൽ പ്ലേസ് ചെയ്യാണ്. നമ്മൾ എല്ലാവരും ലിഫ്റ്റിൽ കയറിയിട്ടുണ്ട്. അപ്പൊ ലിഫ്റ്റ് മൂവ് ചെയ്യുമ്പോൾ അല്ലെ, മേളിലേക്ക് മൂവ് ചെയ്യുമ്പോഴും താഴേക്ക് മൂവ് ചെയ്യുമ്പോഴും നമുക്ക് ഒരു ഫീൽ ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പൊ പ്രത്യേകിച്ച് താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്തുവരും ഒരു വെയിറ്റ്ലെസ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാണ്, അത് എന്തിന്റെ ഇൻഫ്ലുവൻസ് ആണ് എന്നുള്ള കേസ്, അല്ലെങ്കിൽ ആ കേസിൽ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം എന്നുള്ള കേസ് എല്ലാമാണ് നമ്മൾ മോഷൻ ഇൻ എ ലിഫ്റ്റ് എന്ന് പറയുന്ന ആ ടോപ്പിക്കിൽ നമ്മൾ പഠിക്കാം. ഓക്കെ, അപ്പൊ ഒരു ബോഡി മാസ് ഉള്ള ഒരു ബോഡിയെ നമ്മൾ എന്ത് ചെയ്തു, ലിഫ്റ്റിൽ പ്ലേസ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഇനി അതിന്റെ ഡിഫറെന്റ് കണ്ടീഷനിൽ വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ബാലൻസ്ഡ് ആയിട്ടുള്ള ഫോഴ്സ് വരിക എന്നുള്ള കേസ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ലിഫ്റ്റില് ലിഫ്റ്റ് ആണെന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇപ്പൊ ഒരു ലിഫ്റ്റിന്റെ കേബിള്. ഓക്കെ, ആ ലിഫ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യാണ്, മാസ് ഉള്ള ഒരു ബോഡിയെ പ്ലേസ് ചെയ്തു. മാസ് ഉള്ള ഒരു ബോഡി ആ ലിഫ്റ്റിൽ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ബോഡിയെ നമ്മൾ പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഒരു വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. വെയിറ്റ് എപ്പോഴും എങ്ങോട്ട് തന്നെയാണ് ആക്ട് ചെയ്യുക, ഡൗൺവേർഡ്, വെർട്ടിക്കലി ഡൗൺവേർഡ് ആണ്. അപ്പൊ വെയിറ്റ് ഓഫ് ദിസ് ബോഡി വിച്ച് ഈസ് ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്. ഓക്കെ, mg എന്ന് പറയുന്ന വെയിറ്റ് താഴേക്ക് തന്നെയാണ് ആക്ട് ചെയ്യുക. ഓക്കെ, ഇനി നോക്കിയാൽ വെയിറ്റ് താഴേക്ക് ആക്ട് ചെയ്യുമ്പോൾ എപ്പോഴും എന്തുണ്ട്, എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് ഈ മാസ് ഈ മാസ് ഉള്ള ആ ബോഡിയുടെ വെയിറ്റ് താഴേക്ക് ആക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു നോർമൽ റിയാക്ഷൻ മേളിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. റിയാക്ഷൻ നമുക്ക് ആർ എന്നുള്ള ലെറ്ററോ അല്ലെങ്കിൽ എന്ന് പറയുന്ന ലെറ്ററോ യൂസ് ചെയ്യാം. നോർമൽ റിയാക്ഷൻ ഞാൻ ഇവിടെ എടുക്കുന്നത് ആറാണ്. ആറിന് പകരം എൻ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ വെയിറ്റ് താഴേക്ക് ആക്ട് ചെയ്യുമ്പോൾ എന്തുണ്ട്, ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വെയിറ്റിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഏതാണ്, റിയാക്ഷൻ ആണ്. ആ റിയാക്ഷൻ തന്നെയാണ് നമുക്ക് ഇവിടെ എന്തെന്ന് പറയാ, ഈ ഈ ലിഫ്റ്റിന്റെ കേബിളിൽ ആക്ട് ചെയ്യുന്ന ടെൻഷൻ എന്ന് പറയുന്നത്. വെയിറ്റ് ഒരു ബോഡി, നമ്മളൊരു സ്ട്രിങ് എടുത്തിട്ട് ആ സ്ട്രിങ്ങിന്റെ താഴെ ഒരു സ്റ്റോൺ നമ്മൾ എന്ത് ചെയ്യുക, അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ എന്ത് വരുന്നുണ്ട്, ആ സ്ട്രിങ്ങിൽ നല്ല ടെൻഷൻ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ വെയിറ്റ് താഴേക്ക് ആക്ട് ചെയ്യുമ്പോൾ ആ സ്ട്രിങ്ങിൽ ഉണ്ടാവുന്ന ആ ടെൻഷൻ അതൊരു ഫോഴ്സ് ആണ്. ആ ഫോഴ്സ് എന്തുവരും, റിയാക്ഷണൽ ഫോഴ്സ്. ഒരു ആക്ഷൻ ഉണ്ടെങ്കിൽ അതിന്റെ റിയാക്ഷണൽ ഫോഴ്സ് ആണ്. ആ റിയാക്ഷണൽ ഫോഴ്സ് നമുക്ക് എപ്പോഴും ഉണ്ട്. അപ്പൊ വെയിറ്റ് താഴേക്ക് ആക്ട് ചെയ്യുമ്പോൾ റിയാക്ഷൻ മേളിലേക്കുണ്ട്. ഓക്കെ, ഇനി ഇവിടെ ലിഫ്റ്റ് റെസ്റ്റിലാണെങ്കിൽ, അപ്പൊ ആദ്യത്തെ കേസ് ഇതാണ്, ലിഫ്റ്റ് അറ്റ് റെസ്റ്റ്. ഓക്കെ, ലിഫ്റ്റ് റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റിലിരിക്കുന്ന ഒരു ലിഫ്റ്റ്. ഓക്കെ, ലിഫ്റ്റ് റെസ്റ്റിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, റിയാക്ഷൻ ആറിനെ ബാലൻസ് ചെയ്യുന്നത് ആരാണ്, വെയിറ്റ് mg. ഓക്കെ, വെയിറ്റ് mg ആണ് റിയാക്ഷൻ എന്ത് ചെയ്യുക, ബാലൻസ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം, R is equal to mg. വേറെ ഫോഴ്സ് ഒന്നും തന്നെ അവിടെ വരുന്നില്ല. ആർ എന്ന് പറയുന്നത് എങ്ങനെയാണ്, റിയാക്ഷൻ. ആർ എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് ദ ബോഡി ഈക്വലന്റ് ആണ്. R is equal to mg. എങ്ങനെയായിരിക്കുമ്പോ, when the lift is at rest. ഓക്കെ, ഇനി സെക്കൻഡ് കേസിൽ നമുക്ക് പറയാവുന്നത്, when the lift is moving down with an acceleration a ആക്സിലറേഷനോട് കൂടിയിട്ട് എന്ത് ചെയ്യാണ്, ലിഫ്റ്റ് താഴേക്ക് മൂവ് ചെയ്യാണ്. അങ്ങനെ താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യും, വെയിറ്റ്ലെസ്നെസ് ഫീൽ ചെയ്യാറുണ്ട്. ആ വെയിറ്റ്ലെസ്നെസ് എങ്ങനെയാണ് എന്നുള്ള കേസാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാം. അപ്പൊ സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ലിഫ്റ്റ് ഈസ് മൂവിംഗ് ഡൗൺ. ലിഫ്റ്റ് മൂവിംഗ് ഡൗൺ ലിഫ്റ്റ് മൂവിംഗ് ഡൗൺ വിത്ത് ആൻ ആക്സിലറേഷൻ a. വിത്ത് ആക്സിലറേഷൻ a, വിത്ത് a എന്ന് പറഞ്ഞാൽ വിത്ത് ആൻ ആക്സിലറേഷൻ a. ആക്സിലറേഷൻ എയോട് കൂടി ലിഫ്റ്റ് എന്ത് ചെയ്യാണ്, താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് പറയാവുന്നത് ഏതാണ്, വിച്ച് വൺ ഈസ് ഗ്രേറ്റർ, താഴേക്കാണ് ആക്സിലറേഷൻ. അപ്പൊ m1g ആണോ റിയാക്ഷൻ ആണോ, അല്ലെങ്കിൽ m1g ആണോ ടെൻഷൻ ഇൻ ദ സ്ട്രിങ് ആണോ ഗ്രേറ്റർ ആയിട്ട് വരിക, m1g താഴേക്കുള്ള മോഷൻ ആണ്. അപ്പൊ ആ രീതിയിൽ എടുക്കാം, mg ഈസ് ഗ്രേറ്റർ ദാൻ ടെൻഷൻ. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, mg മൈനസ് ടെൻഷൻ. mg എന്ന് പറയുന്ന വെയിറ്റിനെ
ഒപ്പോസ് ചെയ്യുന്നത് ആരാണ്? ടെൻഷൻ ടി ആണ്, അല്ലെങ്കിൽ എം ജി മൈനസ് ആ ടെൻഷൻ തന്നെയാണ് റിയാക്ഷൻ എന്ന് പറയാ. അപ്പൊ എം ജി മൈനസ് ആർ, എം ജി മൈനസ് ആർ ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? എം ഇൻറ്റു എ. ഓക്കെ, ഇനി ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം? റിയാക്ഷൻ ആർ എന്താന്ന് എടുക്കണം. അപ്പൊ എന്ത് വരാം? എം ജി മൈനസ് എം എ അല്ലെ ഈക്വൽ ടു ആർ. റിയാക്ഷൻ ആറിന്റെ വാല്യൂ നമ്മൾ എടുത്തു. അപ്പൊ എം ഇൻറ്റു നമുക്ക് എങ്ങനെ എഴുതാം? ജി മൈനസ് എ ഈക്വൽ ടു ആർ എന്ന് എഴുതാം. എം ഇൻറ്റു ജി മൈനസ് എ ഇസ് ഈക്വൽ ടു ആർ. ഓക്കെ, ഇതാണ് അവിടെ വരുന്ന അപ്പാരന്റ് വെയിറ്റ് ഓഫ് ദ ബോഡി. അപ്പൊ എം ജി എന്ന് പറയുന്നതാണ് ആക്ച്വൽ വെയിറ്റ്. ഒരു ബോഡിയുടെ ആക്ച്വൽ വെയിറ്റ് എന്ന് പറയുന്നത് ആ ബോഡിയുടെ മാസ് ഇൻറ്റു എന്തുവരും? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അപ്പോ ആ എന്തുവരും? ആക്ച്വൽ വെയിറ്റിൽ നിന്ന് ഏത് കോമ്പണന്റ് അവിടെ അല്ലെങ്കിൽ ഏത് വാല്യൂ അവിടെ മൈനസ് ചെയ്ത് പോകുന്നുണ്ട്? എം എ എന്ന് പറയുന്ന വാല്യൂ അവിടെ മൈനസ് ചെയ്ത് പോകുന്നുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ എന്തുണ്ട്? ആക്ച്വൽ വെയിറ്റിന് കുറവുണ്ടായില്ലേ? ആക്ച്വൽ വെയിറ്റ് ഇസ് ഈക്വൽ ടു എം ജി ആണ് അല്ലെ. ആ എം ജിയിൽ നിന്ന് ഇപ്പൊ എം ജി 10 ന്യൂട്ടൺ ആണെങ്കിൽ ആ 10 ന്യൂട്ടണിൽ നിന്ന് എം എ ഇപ്പൊ ഒരു 2 ന്യൂട്ടൺ ആണെന്നിരിക്കെ, ആ 2 ന്യൂട്ടൺ എന്ത് ചെയ്യുന്നുണ്ട്? എം ജി മൈനസ് എം എ എന്ന് എടുക്കുമ്പോ 10 മൈനസ് 2 ന്യൂട്ടൺ ദാറ്റ് ഇസ് ഈക്വൽ ടു 8 ന്യൂട്ടൺ ആയി. അപ്പൊ അവിടെ എന്തുണ്ട്? ഒരു വെയിറ്റ്ലെസ്നെസ് നമുക്ക് ഫീൽ ചെയ്യും അല്ലെ. വെയിറ്റിന് കുറവ് നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോ എന്ത് ചെയ്യും? താഴേക്ക് ലിഫ്റ്റ് മൂവിങ് ഡൗൺ ആണെങ്കിൽ നമുക്ക് അവിടെ എന്തൊരു വെയിറ്റ്ലെസ്നെസ് ഫീൽ ചെയ്യാനുള്ള കാരണം എന്താണ്? ഇവിടെ വരുന്ന അല്ലെ ഫോഴ്സ് എങ്ങനെയായിട്ടാ വരിക? എം ഇൻറ്റു ജി മൈനസ് എ എന്ന് പറയുന്ന ഫോഴ്സ് ആണ് അവിടെ ആക്ട് ചെയ്യുക. ആക്ച്വൽ വെയിറ്റിൽ നിന്ന് ആക്സിലറേഷൻ കൊണ്ടുണ്ടാവുന്ന ഫോഴ്സ് എന്ത് ചെയ്യണം? മൈനസ് ചെയ്താണ് അവിടെ റിസൾട്ടന്റ് ഫോഴ്സ് വരിക. ഓക്കെ, അപ്പൊ ഇതാണ് അപ്പാരന്റ് വെയിറ്റ് ഓഫ് ദ ബോഡി വെൻ ദ ലിഫ്റ്റ് ഈസ് മൂവിങ് ഡൗൺ. ലിഫ്റ്റ് താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ അപ്പാരന്റ് വെയിറ്റ് ഓഫ് ദ ബോഡിയുടെ ഇക്വേഷൻ ഇതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസാണ്. പ്രോബ്ലംസ് ഒക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ എം ഇൻറ്റു ജി മൈനസ് എ ഇസ് ഈക്വൽ ടു ആർ. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ടത് വെൻ ദ ലിഫ്റ്റ് ഈസ് മൂവിങ് അപ്പ്, മേളിലേക്ക് പോവാണ്. ലിഫ്റ്റ് മേളിലേക്കാണ് മൂവ് ചെയ്യണമെങ്കിൽ അല്ലെ. ലിഫ്റ്റ് മേളിലേക്ക് മൂവ് ചെയ്യുന്ന കേസിൽ നമുക്ക് എങ്ങനെ പറയാം? വെയിറ്റ് എം ജി താഴേക്ക് തന്നെയാണ് ആക്ട് ചെയ്യുക. ലിഫ്റ്റ് മേളിലേക്കാണ് മൂവ് ചെയ്യണമെങ്കിൽ ആക്സിലറേഷൻ എങ്ങോട്ടാണ്? ആക്സിലറേഷൻ ഈസ് അപ്വേർഡ് അല്ലെ, മേളിലേക്കാണ് വരിക. ഓക്കെ, അപ്പൊ ഇവിടെ ആക്സിലറേഷൻ മേളിലേക്കാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ടെൻഷൻ ആണോ അല്ലെങ്കിൽ ആർ ആണോ എം ജി ആണോ ഗ്രേറ്റർ ആയിട്ട് വരിക? ആർ ആണ് അല്ലെ. മേളിലേക്ക് വരുമ്പോ മേളിലേക്കുള്ള ആ വാല്യൂ ആണ് ഗ്രേറ്റർ ആയിട്ട് വരിക. അപ്പൊ ആർ മൈനസ് ആറിനെ ഒപ്പോസ് ചെയ്യുന്നത് ആരാ? എം ജി ഒപ്പോസ് ചെയ്യും. അപ്പൊ ആർ മൈനസ് എം ജി അല്ലെ. ലിഫ്റ്റ് ഈസ് മൂവിങ് അപ്പ് ആണെങ്കിൽ, ലിഫ്റ്റ് തന്നെയാണ് മൂവിങ് അപ്പ്, മേളിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ലിഫ്റ്റ് മൂവിങ് അപ്പ്. ഓക്കെ, അപ്പൊ അവിടെ എങ്ങനെ എഴുതാം? ആറ് ഗ്രേറ്റർ ആണ്. അപ്പൊ ആർ മൈനസ് എം ജി, ആർ എന്ന് പറയുന്നതിനെ എന്ത് ചെയ്യാണ്? എം ജി ഒപ്പോസ് ചെയ്തു. ആർ മൈനസ് എം ജി ഈക്വൽ ടു എന്തായിട്ട് എഴുതും? എം എ. ആക്സിലറേഷൻ എ എന്നല്ല എഴുതേണ്ടത്, എം എ ആണ്. ബിക്കോസ് നമുക്ക് ഇവിടെ ആർ എന്ന് പറയുന്ന റിയാക്ഷൻ അതൊരു ഫോഴ്സ് ആണ്, എം ജി ഒരു ഫോഴ്സ് ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതേണ്ടി വരും? എം എ എന്ന് തന്നെ എഴുതണം. ഈക്വൽ ടു എം എ. ഇവിടെ നിന്ന് നമുക്ക് ആറിന്റെ വാല്യൂ ഒന്ന് എടുത്തെഴുതാം. ആർ ഇസ് ഈക്വൽ ടു അല്ലെ, ആർ ഈക്വൽ ടു ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ എം ഇൻറ്റു എ അല്ലെ. ഈ മൈനസ് എം ജി അപ്പുറത്തേക്ക് എന്ന് കഴിയുമ്പോൾ എന്താവും? പ്ലസ് എം ജി ആയിട്ട് മാറും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എം ഇൻറ്റു ജി അല്ലെ, ജി പ്ലസ് എ അല്ലെങ്കിൽ എ പ്ലസ് ജി എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ എന്താണ്? റിയാക്ഷൻ ആർ ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ജി പ്ലസ് എ ആണ് അല്ലെ. ലിഫ്റ്റ് മൂവിങ് അപ്പ് ആണെങ്കിൽ എങ്ങനെ വരും? ലിഫ്റ്റ് മൂവിങ് അപ്പ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? അപ്പാരന്റ് വെയിറ്റ് എന്ന് പറയുന്നത് ആക്ച്വൽ വെയിറ്റിനേക്കാളും കുറച്ച് വാല്യൂ എന്ത് ചെയ്യും? കൂടും. അപ്പൊ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞ അനുസരിച്ച് ആക്ച്വൽ വെയിറ്റ് 10 ന്യൂട്ടൺ ആണ്. ഇവിടെ എന്ത് വരുന്നുണ്ട്? ആക്സിലറേഷൻ കൊണ്ടുണ്ടാവുന്ന 2 ന്യൂട്ടൺ ആണെങ്കിൽ ഇവിടെ എങ്ങനെ വരും? എം ജി 10 പ്ലസ് 2 ഇസ് ഈക്വൽ ടു 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ വെയിറ്റിനേക്കാളും കുറച്ചും കൂടെ എന്ത് ചെയ്യും? കൂടുതലാണ് നമുക്ക് ഫീൽ ചെയ്യാം. അപ്പൊ ലിഫ്റ്റ് മേളിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്തുവരും? വെയിറ്റ് ഇത്തിരി കൂടിയതായിട്ട് തോന്നാം. ലിഫ്റ്റ് താഴേക്ക് പോരുമ്പോൾ എന്തുവരും? വെയിറ്റ് ഇത്തിരി കുറഞ്ഞതായിട്ട് നമുക്ക് തോന്നാം. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ കണ്ടീഷൻ നമ്മൾ പറഞ്ഞു ലിഫ്റ്റ് ഈസ് മൂവിങ് അപ്പ് എന്നുള്ള കേസ് പറഞ്ഞു. സെക്കൻഡ് കണ്ടീഷൻ ഏതായിരുന്നു? ലിഫ്റ്റ് ഈസ് മൂവിങ് ഡൗൺ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസാണ് രണ്ടെണ്ണം അല്ലെ. ഇനി റെസ്റ്റിലാണെങ്കിൽ ആ കേസ് നമ്മൾ പറഞ്ഞു. ഇനി നമ്മള് ലിഫ്റ്റിൽ നമ്മൾ മുകളിലേക്കോ താഴേക്കോ ഒക്കെ പോരുന്ന സമയത്ത് കേബിൾ ബ്രേക്ക് ആയ അല്ലെ,
ലിഫ്റ്റിന്റെ ഈ കേബിൾ എന്ത് ചെയ്യാണ്, ബ്രേക്ക് ആയി. അങ്ങനെ കേബിൾ ബ്രേക്ക് ആയി കഴിഞ്ഞു കഴിയുമ്പോൾ ഇനി എന്താ സംഭവിക്കുക, ലിഫ്റ്റ് എങ്ങോട്ട് മൂവ് ചെയ്യും? ഈ ലിഫ്റ്റിന്റെ കേബിൾ ബ്രേക്ക് ആയാൽ അത് എപ്പോഴും ലിഫ്റ്റ് പെട്ടെന്ന് എന്ത് ചെയ്യും, താഴേക്ക് പോരും അല്ലെ. ആ താഴേക്ക് പോരുന്നത് എങ്ങനെയാണ്? താഴേക്ക് പോരുന്നത് വിത്ത് ആൻ ആക്സിലറേഷൻ a is equal to അല്ലെ. ചുമ്മാ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബോഡി താഴേക്ക് എന്തൊരു ഫ്രീ ഫോൾ ആണ്. ഫ്രീ ഫോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ നമ്മൾ ഒരു ബോഡി താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് എങ്ങനെ പോരുന്നു, ആ രീതിയിൽ തന്നെയാണ് എന്ത് ചെയ്യുക, കേബിൾ ബ്രേക്ക് ആയി കഴിയുമ്പോൾ അത് എന്ത് ചെയ്യാം, മൂവ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ a is equal to എന്ത് തന്നെയാണ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. എയുടെ വാല്യൂ എന്ത് വരും, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അപ്പൊ ഈ കേസ് വരുമ്പോ ഇവിടെ ലിഫ്റ്റ് ഇപ്പൊ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്, താഴേക്കാണ് അല്ലെ. ഇതെങ്ങനെയാണ്, ഫ്രീ ഫോൾ ആയിട്ടാണ് വരിക. അപ്പൊ a is equal to g ആണ്. a is equal to g ആണെങ്കിൽ ലിഫ്റ്റ് മൂവിംഗ് ഡൗണിലല്ലേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോ അപ്പാരന്റ് വെയിറ്റ് ഓഫ് ദ ബോഡി അല്ലെങ്കിൽ റിയാക്ഷൻ r is equal to m into g മൈനസ് a എന്നുള്ളിടത്ത് അല്ലെ, എക്ക് പകരം എന്ത് കൊടുക്കാം, ആക്സിലറേഷൻ a is equal to g തന്നെയാണ്. അപ്പൊ g മൈനസ് g ഈക്വൽ ടു എന്തായിട്ട് വരും, 0. ഓക്കെ. അപ്പൊ കേബിൾ ബ്രേക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തായിട്ട് വരും, നമുക്ക് വെയിറ്റ് ഉള്ളതായിട്ടേ ഫീൽ ചെയ്യില്ല. എന്ന് വെച്ചാൽ ചുമ്മാ ഒരു ബോഡി താഴേക്ക് പോരുന്നതിനോട് ഈക്വലന്റ് ആയിട്ട് വരും അല്ലെ. അപ്പോ റിയാക്ഷൻ r is equal to m into g മൈനസ് g ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ കേബിൾ ബ്രേക്ക് ആയി കഴിയുമ്പോൾ ആക്സിലറേഷൻ ഓഫ് ദ ബോഡി എന്തിന് ഇക്വലന്റ് ആയിരിക്കും, ആക്സിലറേഷൻ a is equal to ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ഇപ്പോ ലിഫ്റ്റ് താഴേക്കാണ് മൂവ് ചെയ്യുന്നത് അല്ലെ, താഴേക്കാണ്, ഡൗൺവേർഡ് ഡയറക്ഷൻ ആണ്. അപ്പൊ ഡൗൺ എന്നുള്ള കേസിലെ ഇക്വേഷൻ നമ്മൾ എടുക്കാം. എന്നിട്ട് എക്ക് പകരം എന്ത് അപ്ലൈ ചെയ്തു, a is equal to g അപ്ലൈ ചെയ്തു. അപ്പൊ r ഈക്വൽ ടു m into g മൈനസ് g ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും, 0. ഓക്കെ. അപ്പൊ ലിഫ്റ്റിന്റെ കേസ് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു പ്രോബ്ലോടെ ചെയ്യാം. അപ്പൊ അതിനു മുമ്പ് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചതെന്നുള്ള കേസ് നോക്കണം. ഏതൊക്കെയായിരുന്നു, ലിഫ്റ്റ് റെസ്റ്റിലായിരിക്കുമ്പോൾ r is equal to എന്താണ്, mg ആണ് അല്ലെ. when the lift is at rest r is equal to mg. ഓക്കെ. ഇനി ലിഫ്റ്റ് മൂവിംഗ് ഡൗൺ ആണെങ്കിൽ, താഴേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ r is equal to എന്ത് വരും, m into g മൈനസ് a അല്ലെ. നമ്മുടെ വെയിറ്റ്, നമുക്ക് തോന്നുന്ന, നമുക്ക് ഫീൽ ചെയ്യുന്ന വെയിറ്റ്, ആ വെയിറ്റിന് നമ്മൾ പറയുന്ന പേര് അപ്പാരന്റ് വെയിറ്റ് എന്നാണ്. അപ്പാരന്റ് വെയിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, m into g മൈനസ് a ആണ്. എന്ന് പറഞ്ഞാൽ അപ്പാരന്റ് വെയിറ്റ് ഓഫ് ദി ബോഡി എങ്ങനെയായിരിക്കും, കുറവായിട്ടാണ് നമുക്ക് തോന്നുന്നത് അല്ലെ. നമ്മുടെ വെയിറ്റ് ആക്ച്വൽ വെയിറ്റിനേക്കാളും കുറവായിരിക്കും എന്തെന്ന് പറയാം, അപ്പാരന്റ് വെയിറ്റ് അല്ലെ, m into g മൈനസ് a. ഇനി ലിഫ്റ്റ് ഈസ് മൂവിംഗ് അപ്പ് ആണെങ്കിൽ എങ്ങനെ വരും, വെയിറ്റ് ഓഫ് ദി ബോഡി കൂടുതലായിട്ടാണ് തോന്നുക. കാരണം മനസ്സിലായല്ലോ, നമ്മുടെ ഇക്വേഷൻ എഴുതി വന്നപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, r is equal to m into g പ്ലസ് a ആണ് വരിക. ഓക്കെ. ഇനി എന്ത് ചെയ്യാം, കേബിൾ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, r is equal to m into g മൈനസ് g. g മൈനസ് g എന്ന് എഴുതാൻ കാരണം കേബിൾ ബ്രേക്ക് ആയാൽ എന്ത് വരുന്നുണ്ട്, ആക്സിലറേഷൻ ഓഫ് ദ ലിഫ്റ്റ് എന്ന് പറയുന്നത് എന്തിന് ഇക്വലന്റ് ആണ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് ഇക്വലന്റ് ആണ്. അപ്പൊ a is equal to g ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, m into g മൈനസ് g ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. ഇനി നമ്മളോട് ഈ കേസിൽ തന്നെ നമുക്ക് വേറെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. ലിഫ്റ്റ് ഈസ് മൂവിംഗ് അപ്പ് വിത്ത് യൂണിഫോം വെലോസിറ്റി. ഓക്കെ. ലിഫ്റ്റ് ഈസ് മൂവിംഗ് അപ്പ് വിത്ത് യൂണിഫോം വെലോസിറ്റി. യൂണിഫോം വെലോസിറ്റിയില് ലിഫ്റ്റ് എന്ത് ചെയ്യാണ്, മൂവ് ചെയ്യാണ് അല്ലെ. ലിഫ്റ്റ് ഈസ് മൂവിംഗ് അപ്പ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ലിഫ്റ്റ് ഈസ് മൂവിംഗ് ഡൗൺ, മേളിലേക്കോ അല്ലെങ്കിൽ താഴേക്കോ അല്ലെ മൂവ് ചെയ്യാം. വിത്ത് എങ്ങനെയാണ്, യൂണിഫോം വെലോസിറ്റി. യൂണിഫോം വെലോസിറ്റിയിലാണ് ലിഫ്റ്റ് മൂവ് ചെയ്യണമെങ്കിൽ, യൂണിഫോം വെലോസിറ്റി എന്ന് പറയുമ്പോൾ ആക്സിലറേഷൻ എത്രയായിരിക്കും, ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു 0 അല്ലെ. ആക്സിലറേഷൻ 0 ആണെങ്കിൽ എന്ത് വരും, ഇവിടെ ആക്സിലറേഷൻ 0 ആയാൽ പിന്നെ ആരേ ഉള്ളൂ, m into g അല്ലെ. ഇവിടെ ആക്സിലറേഷൻ 0 ആയി കഴിഞ്ഞാൽ എന്ത് വരും, m into g പ്ലസ് a എന്തായി മാറും, m into g. അപ്പോ ലിഫ്റ്റ് ഈസ് മൂവിംഗ് അപ്വേർഡ് ഓർ ഡൗൺവേർഡ് വിത്ത് യൂണിഫോം വെലോസിറ്റി. യൂണിഫോം വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതെന്തായിട്ട് വരാം, റിയാക്ഷൻ r is equal to എന്തിന് ഇക്വലന്റ് ആയിട്ട് തന്നെ വരും, r is equal to mg. കാര്യം ക്ലിയർ ആണല്ലോ. യൂണിഫോം വെലോസിറ്റി ആണെങ്കിൽ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു 0 ആണ്. ആക്സിലറേഷൻ 0 ആണെങ്കിൽ mg തന്നെയായിരിക്കും r. ഇവിടെയും എന്ത് തന്നെയായിരിക്കും, r is equal to mg.
അപ്പൊ ആ കേസിൽ മൂവിങ് അപ്പ് ഓർ ഡൗൺ വിത്ത് യൂണിഫോം വെലോസിറ്റി അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ആ കേസിൽ എന്തുവരും? ലിഫ്റ്റ് റെസ്റ്റിലായിരിക്കുമ്പോൾ എങ്ങനെ തന്നെയാണോ ഇക്വേഷൻ, അപ്പാരന്റ് വെയിറ്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ആക്ച്വൽ വെയിറ്റ് തന്നെയാണ്. അപ്പൊ R is equal to mg എന്ന് നമുക്ക് എഴുതാം. അപ്പൊ ലിഫ്റ്റിനെ ബേസ് ചെയ്ത് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. എ മാൻ ഓഫ് മാസ് 70 kg സ്റ്റാൻഡ്സ് ഓൺ എ വെയിങ് സ്കെയിൽ വിച്ച് ഈസ് മൂവിങ് ഇൻ എ ലിഫ്റ്റ്. ഓക്കെ, മൂവിങ് ഇൻ ലിഫ്റ്റ് അല്ലെ, ഇൻ എ ലിഫ്റ്റ്, ഒരു ലിഫ്റ്റിൽ മൂവ് ചെയ്യാണ്. ഓക്കെ, എന്നിട്ട് നമ്മളോട് ഫസ്റ്റ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, ഇപ്പൊ ക്വസ്റ്റ്യൻ ഏതാന്ന് മനസ്സിലായല്ലോ. 70 kg ഉള്ള ഒരു മനുഷ്യൻ എന്ത് ചെയ്യാണ്? ഒരു വെയിങ് സ്കെയിലിൽ നിൽക്കുന്നുണ്ട്. അയാൾ മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ലിഫ്റ്റിലാണ്, മേളിലേക്ക് താഴേക്കൊക്കെ മൂവ് ചെയ്യുന്ന കേസാണ്. ഓക്കെ, അപ്പൊ അവിടെ നമ്മളോട് ആദ്യം ചോദിച്ചിരിക്കുന്നത് ദിസ് മാൻ ഈസ് മൂവിങ് വിത്ത് എ യൂണിഫോം സ്പീഡ്. നമ്മൾ തന്നിരിക്കുന്നത് യൂണിഫോം വെലോസിറ്റിയിലാണ് എന്ത് ചെയ്യുക? മൂവ് ചെയ്യുക. യൂണിഫോം വെലോസിറ്റി. ഓക്കെ, വെലോസിറ്റി, ആ യൂണിഫോം വെലോസിറ്റി എത്രയാ തന്നിരിക്കുന്നത്? 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്ന യൂണിഫോം വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ വാട്ട് അബൌട്ട് ദ അപ്പാരന്റ് വെയിറ്റ് ഓഫ് ദ ബോഡി? ആ ബോഡിയുടെ അല്ലെങ്കിൽ ആ മനുഷ്യന്റെ എന്താണ് അപ്പാരന്റ് വെയിറ്റ് എത്രയാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, യൂണിഫോം വെലോസിറ്റിയിൽ മൂവിങ് അപ്പ് ആണെങ്കിലും മൂവിങ് ഡൗൺ ആണെങ്കിലും അപ്പാരന്റ് വെയിറ്റ് ഓഫ് ദ ബോഡി ഈസ് ഈക്വൽ ടു എന്താണ്? ആക്ച്വൽ വെയിറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ അപ്പാരന്റ് വെയിറ്റ് ഓഫ് ദ ബോഡി R is equal to എന്ത് തന്നെയാണ്? ആക്ച്വൽ വെയിറ്റ് mg തന്നെയാണ്, ആണല്ലോ. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ്? യൂണിഫോം വെലോസിറ്റി ആണ്. യൂണിഫോം വെലോസിറ്റി എന്ന് പറയുമ്പോൾ ആക്സിലറേഷൻ എത്രയാണ്? 0 ആണ്. അപ്പൊ R is equal to mg. അപ്പൊ 70 into ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി g എന്ന് പറയുന്നത് എത്രയാണ്? 9.8 അല്ലെങ്കിൽ നമുക്ക് അപ്രോക്സിമേറ്റ്ലി 10 എടുക്കാം. ജിയുടെ വാല്യൂ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ്. അല്ലെങ്കിൽ നമുക്ക് അതിന് എന്ത് എഴുതാം? അപ്രോക്സിമേറ്റ്ലി നമുക്ക് പ്രോബ്ലം ചെയ്യാനൊക്കെ ആയിട്ട് 10 എന്ന് എടുക്കാം. അപ്പൊ നമുക്ക് എത്ര വരും? 700. ഓക്കെ, അപ്പൊ എന്തായിട്ട് നമുക്ക് വന്നിരിക്കുന്ന അപ്പാരന്റ് വെയിറ്റ് ഓഫ് ദ ബോഡി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? R is equal to 700 എന്ന് കിട്ടി. അത്രയും എന്താണ്? ഫോഴ്സ് ആണ്. അപ്പൊ എന്ന് പറയും ന്യൂട്ടൺ. 700 ന്യൂട്ടൺ ആണ്. ഓക്കെ ആണല്ലോ. ഇനി സെക്കൻഡ് ആയിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ദ ബോഡി ഈസ് മൂവിങ് അല്ലെങ്കിൽ ദ ലിഫ്റ്റ് ഈസ് മൂവിങ് ഡൗൺവേർഡ് വിത്ത് ആൻ ആക്സിലറേഷൻ A is equal to 5 meter per second square. എങ്ങനെയാണ്? ഡൗൺവേർഡ് വിത്ത് ആൻ ആക്സിലറേഷൻ, ഡൗൺവേർഡ് വിത്ത് ആൻ ആക്സിലറേഷൻ എത്രയാണ്? 5 meter per second square. 5 meter per second സ്ക്വയറോട് കൂടി എങ്ങോട്ട് മൂവ് ചെയ്യാൻ? ലിഫ്റ്റ് ഈസ് മൂവിങ് ഡൗൺ. ലിഫ്റ്റിന്റെ ആക്സിലറേഷൻ അവിടെ തന്നിട്ടുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്കറിയാം അപ്പാരന്റ് വെയിറ്റിന്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പാരന്റ് വെയിറ്റ് R is equal to m into ഏത് വരും? g minus a. ഡൗൺവേർഡ് ആണ് അല്ലെ. ഇപ്പൊ നമ്മൾ പഠിച്ചുള്ളൂ അതിന്റെ ഇക്വേഷൻ. അപ്പൊ നമുക്ക് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. m മാസ്, m എന്ന് പറഞ്ഞാൽ 70 kg ആണ്. 70 into g എന്ന് പറഞ്ഞാൽ 10 ആയിട്ട് എടുക്കാം. മൈനസ് a എന്ന് പറയുന്നത് എത്രയായിട്ട് വരും? A is equal to 5 ആണ് തന്നിട്ടുണ്ട്. അപ്പോ എത്രയായിട്ട് വരിക? 10 minus 5 വന്നു. അപ്പൊ 70 into 5 that is equal to നമുക്ക് എത്ര എഴുതാം? 350. ഓക്കെ, അപ്പൊ 350 ന്യൂട്ടൺ ആണ് അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അല്ലെങ്കിൽ അപ്പാരന്റ് വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ അറിയാമെങ്കിൽ ചുമ്മാ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോ ഓർത്തിരിക്കണം, യൂണിഫോം വെലോസിറ്റി ആണെങ്കിൽ ആക്സിലറേഷൻ 0 ആണ്. മൂവിങ് ഡൗൺ ആണെങ്കിൽ റിയാക്ഷന്റെ വാല്യൂ എന്ത് വരും? m into g minus a ആണ്. ഓക്കെ, സെയിം ക്വസ്റ്റ്യനിൽ തന്നെ മൂന്നാമതായിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ലിഫ്റ്റ് ഈസ് മൂവിങ് അപ്പ് അല്ലെ, വിത്ത് ആൻ ആക്സിലറേഷൻ എങ്ങനെയാണ്? 5 meter per second square. 5 meter per second square ആക്സിലറേഷനോട് കൂടി ലിഫ്റ്റ് എന്ത് ചെയ്യാണ്? മൂവിങ് അപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം? റിയാക്ഷൻ R is equal to എന്ത് വരും? m into g plus a. നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങ് അപ്ലൈ ചെയ്യാം. m into g plus a. m എന്ന് പറയുന്നത് നമുക്കറിയാം 70 into g plus a. g എന്ന് പറഞ്ഞാൽ 10 plus ആക്സിലറേഷൻ 5 ആണ്. അപ്പൊ എത്ര വരും? 70 into 15 എന്ന് വരും അല്ലെ. അപ്പൊ 70 into 15 എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയായിട്ട് എഴുതാം? 1050 അല്ലെ. 1050 അത്രയും എന്തായിട്ട് എഴുതാം? ന്യൂട്ടൺ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പൊ റിയാക്ഷൻ R is equal to എങ്ങനെയാണ്? മൂവിങ് അല്ലെ, മൂവിങ്
മേളിലേക്ക് മൂവ് ചെയ്യാണ് വിത്ത് ആൻ ആക്സിലറേഷൻ 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെങ്കിൽ അപ്പാരന്റ് വെയിറ്റ് ഓഫ് ദ ബോഡി ഈസ് ഈക്വൽ ടു ഇത്രയാണ് നമുക്ക് എഴുതാം അല്ലെ. അപ്പൊ ആക്ച്വൽ വെയിറ്റിനേക്കാളും ആക്ച്വൽ വെയിറ്റ് എന്ന് പറയുന്നത് 700 ആണ്. 700-നേക്കാളും എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇനി നാലാമത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ കേബിൾ ബ്രേക്ക് ചെയ്യാണ് അല്ലെ. കേബിൾ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കാം? കേബിൾ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? അല്ലെങ്കിൽ ലിഫ്റ്റ് ഫെയിൽ ആയി അല്ലെ, എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ആയി പോയി. അങ്ങനെ കേബിൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന കേസാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അപ്പോ വെയിറ്റ് ഓഫ് ദി ബോഡി ഈസ് ഈക്വൽ ടു എത്രയായിട്ട് വരും? 0. അപ്പോ ഈ വെയിങ് സ്കെയിലില് റീഡിങ്സ് ഒന്നും തന്നെ കാണിക്കില്ല എന്ന് നമുക്കറിയാം അല്ലെ. അപ്പാരന്റ് വെയിറ്റ് എങ്ങനെയായിരുന്നു നമ്മുടെ ഇക്വേഷൻ? അപ്പാരന്റ് വെയിറ്റ് ഈസ് ഈക്വൽ ടു m ഇൻറ്റു g മൈനസ് g ആണ് വരിക കേബിൾ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ. അപ്പൊ g മൈനസ് g ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പൊ അപ്പാരന്റ് വെയിറ്റ് ഓഫ് ദി ബോഡി ഈസ് ഈക്വൽ ടു എത്ര വരും? 0. ഓക്കെ, അങ്ങനെ ഒരു 4 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരുന്നത്. അപ്പൊ 4 ക്വസ്റ്റ്യനും എങ്ങനെയാണെന്നുള്ള കേസ് ഒന്ന് മനസ്സിലാക്കാം. യൂണിഫോം വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യണമെങ്കിൽ എന്തുവരും? ആക്സിലറേഷൻ 0 ആണ്. അപ്പൊ നമുക്ക് അപ്പാരന്റ് വെയിറ്റ് ഈസ് ഈക്വൽ ടു ആക്ച്വൽ വെയിറ്റ് ആണ്. ഇനി മൂവിങ് ഡൗൺ ആണെങ്കിൽ എന്തുവരും? അപ്പാരന്റ് വെയിറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 350 അല്ലെ. ഇനി മൂവിങ് അപ്പ് ആണെങ്കിൽ അപ്പാരന്റ് വെയിറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 1050 എന്നുള്ളത് കിട്ടും. ഇനി എന്തുവരും? കേബിൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പാരന്റ് വെയിറ്റ് ഈസ് ഈക്വൽ ടു 0 എന്നുള്ളത് കിട്ടും. അപ്പൊ നമ്മള് ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ എങ്ങനെയാണ് അതിന്റെ ആ കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ തന്നെ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മിക്കവാറും എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നന്നായിട്ടൊന്ന് മനസ്സിലാക്കി പഠിക്കാം. I think this topic is clear for you. If you like this video, please subscribe and enable the bell button. Thank you.